കഴിഞ്ഞ ദിവസം കലാകേരളത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് വിട പറഞ്ഞത്. നാടകവേദികളിൽ നിന്നും മിമിക്രി വേദികളിലൂടെയും സിനിമയിലേക്കും ടെലിവിഷൻ സീരിയലുകളിലേക്കും കടന്നു വന്ന നവാസ് തന്റെ കലാജീവിതം കൊണ്ട് നിരവധി പേരുടെ ഹൃദയം കീഴടക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് സിനിമാ മേഖലയിലെയും പൊതുസമൂഹത്തിലെയും എല്ലാവർക്കും ഒരുപോലെ ആഘാതമായി. നവാസിന്റെ ആകസ്മികമായ മരണം അറിയിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ആലുവയിലെ വീട്ടിലേക്കും പൊതുദർശനത്തിന് വെച്ച സ്ഥലത്തേക്കും ഒഴുകിയെത്തിയത്. മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾ മുതൽ ടെലിവിഷൻ താരങ്ങളും മിമിക്രി കലാകാരന്മാരും സംവിധായകരും രാഷ്ട്രീയ നേതാക്കളും അണിയറ പ്രവർത്തകരും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. എല്ലാവരുമായി വളരെ സൗഹാർദ്ദപരമായ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന നവാസിന്റെ വിയോഗം സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വലിയൊരു നഷ്ടമായി. പലരും അതീവ ദുഃഖത്തോടെയും ഹൃദയഭാരത്തോടെയുമാണ് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളുടെ പെരുമഴ അഗാധമായ ദുഃഖം തളകെട്ടി നിന്ന ആ അന്തരീക്ഷത്തിലും ചില വ്യക്തികളുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും പെരുമാറ്റം വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റീച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടി അനിയന്ത്രിതമായി ദൃശ്യങ്ങൾ പകർത്തിയ ഓൺലൈൻ മാധ്യമങ്ങളെയും താരങ്ങൾക്കൊപ്പം സെൽഫി എടുക്കാൻ തിടുക്കം കൂട്ടിയ വ്യക്തികളെയും പലരും ശക്തമായി വിമർശിക്കുന്നു. ഇത് മരിച്ച വ്യക്തിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമുള്ള അനാദരവായി കണക്കാക്കപ്പെടുന്നു. നവാസിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുന്ന സമയത്ത് ഉറ്റവർക്ക് പോലും അടുക്കാൻ കഴിയാത്ത രീതിയിൽ മൊബൈൽ ക്യാമറകളുമായി ആളുകൾ ആംബുലൻസിനെ വളഞ്ഞത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. നവാസിന്റെ സഹോദരൻ നിയാസിന് ഏറെ പ്രയാസപ്പെട്ടാണ് ആംബുലൻസിനുള്ളിൽ കയറാൻ സാധിച്ചത്. ഈ സംഭവത്തെ പലരും ഒരു തരത്തിലുമുള്ള സാമാന്യബോധമില്ലായ്മയായിട്ടാണ് കാണുന്നത്. ദുഃഖത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു.